ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നതായി കണ്ടെത്തൽ. മുസ്ലിം മതമൗലികവാദികളുടെ നേതൃത്വത്തിലാണ് മതപരിവർത്തനം. മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി. റമീസ് മാലിക് എന്നയാളുടെ അറസ്റ്റിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തായത്. ഈ നിർണായക വാർത്തയുടെ നിർണായക വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നു. ശ്രീകാന്ത്, ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. മെഡിക്കൽ കോളേജിനെ മറയാക്കി വൻതോതിൽ മതപരിവർത്തനം നടത്തുന്നു. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? എന്ത് തരത്തിലുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഈ ഹിന്ദു പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് അവിടെ നടത്തുന്നത്? മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ മതപരിവർത്തന ശൃംഖല പ്രവർത്തിക്കുന്നതായി ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്നവർ വ്യക്തമാക്കുന്നു. മുസ്ലിം മതമൗലികവാദികൾ ാണ് പരിവർത്തനം നടക്കുന്നത്. ലക്നൌ, കാൺപൂർ, ബസ്തി, ഗോരഖ്പൂർ തുടങ്ങിയ മേഖലകളിൽ നിരവധി കേസുകൾ ആരംഭിച്ചത്. നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ ഉത്തർപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയും സ്വകാര്യ കൂടിക്കാഴ്ചയിലൂടെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി. റമീസ് മാലിക് എന്നയാളുടെ അറസ്റ്റിനെ തുടർന്നാണ് ഇതിന്റെ വ്യാപ്തി വെളിപ്പെട്ടത്. ആഗ്രയിലും ഫരീദാബാദിലും മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ഇതിന് ബന്ധമുണ്ട് എന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനമാകെ വ്യാപിച്ചിരിക്കുന്ന വൈറ്റ് കോളർ തീവ്രവാദ മതപരിവർത്തന ശൃംഖലയ്ക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്.